മദ്യനയ കേസിൽ സഞ്ജയ് സിംഗിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി സ്വീകരിച്ച നിലപാട് കേന്ദ്ര സർക്കാരിന് ലഭിച്ച തിരിച്ചടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെജ്രിവാളിന്റെ അറസ്റ്റിന് വേണ്ടി ആദ്യം മുറവിളിക്കുറ്റു കോൺഗ്രസ്. ഇനിയെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഇഡിയോടാണ് ഇപ്പോഴും പത്യമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സഞ്ജയ് സിംഗിനെ എപിയുടെ പാർലമെന്റ് അംഗത്തിന് ജാമ്യഹർജി കേട്ടപ്പോൾ ഇഡി സ്വീകരിച്ച നടപടികൾ ഒരു ന്യായീകരണവുമില്ലാത്തതാണ്, നിയമത്തിന് മുന്നിൽ നിൽക്കാത്തതാണ് എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. ആ കേസിൻ്റെ ആരംഭഘട്ടത്തിലാണ് കെജ്രിവാളിനെ പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് BJP സർക്കാരിനോടൊപ്പവും ആ സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളോടൊപ്പവും നിന്നത്. കേജ്രിവാളിന്റെ അറസ്റ്റിനായി ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടിയത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെറ്റുപറ്റിയെന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും സമ്മതിക്കണം. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് വിവിധ ഏജൻസികൾ ഉപയോഗിച്ച് BJPക്കാരല്ലാത്ത പ്രതിപക്ഷ രാഷ്ട്രീയക്കാരുടെ നേരെ തലങ്ങും വിലങ്ങും കേസെടുത്ത് നടക്കുകയാണ്. ഇതിന് കോൺഗ്രസും ഇരയായിട്ടുണ്ട്. കോൺഗ്രസിലെ പല പ്രധാനികൾക്ക് നേരെ കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് വ്യത്യസ്തമായൊരു നിലപാടായിരുന്നു. തങ്ങളുടെ നേതാക്കളെ നേരെ വരുമ്പോൾ അതിനെ എതിർക്കും. മറ്റു കാര്യങ്ങളിൽ കോൺഗ്രസ് ഇതരരായ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേരെ ഇതുപോലുള്ള കേന്ദ്ര ഏജൻസിയുടെ നീക്കം നടക്കുമ്പോൾ കോൺഗ്രസ് കേന്ദ്ര ഏജൻസിയോടൊപ്പമാണ് നിൽക്കുക. ഇതിൻ്റെ ഏറ്റവും കടുത്ത ഉദാഹരണമാണ് കെജ്രിവാൾ. കോൺഗ്രസ് അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കിഫ്ബിക്കെതിരെ ഇഡിയെ കൂട്ടുപിടിച്ച് കേരളത്തിൽ കളിക്കുന്ന കളി എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. കിഫ്ബിക്കെതിരെ ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്ന ആരാ? കേരളത്തിലെ പ്രതിപക്ഷം. നിങ്ങൾ വല്ല പാഠവും പഠിക്കുന്നുണ്ടോ? ഈ കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വല്ല പാഠവും ഉൾക്കൊള്ളുന്നുണ്ടോ? നിങ്ങൾ വളരെ സങ്കുചിതമായ വൃത്തത്തിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഇഡിയെ പിന്താങ്ങേണ്ടത്? എന്ത് കാര്യമാണ് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളെ പിന്താങ്ങൽ? വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പിന്തുണ നൽകിയ കിഫ്ബിയെ കേസിൽപ്പെടുത്താനാണ് ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് ഇഡി വളരെ പഥ്യം. രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവാണ് പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത റാലിയിലെ ജനപങ്കാളിത്തമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കോതമംഗലത്ത് നടന്ന റാലിയിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.